ഹായ് ഹായ് ഗൈസ്, മലയാളി വീഡിയോസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇവിടെ മലയാളി വീഡിയോസിൽ ഇന്ന് നമ്മൾ താണ്ടേ ചെറിയൊരു കുളമുണ്ട്. അപ്പോൾ ആ കുളം പറ്റിച്ച് അതിനകത്ത് കുറച്ച് മീനുകളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കണ്ടിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ച് വരാല് കിടപ്പുണ്ട്. അതിനെ ഇന്ന് പിടിക്കുന്ന വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ കാണുന്നത് കൊച്ചൊരു കുളമാണ്. അപ്പോൾ കുളമെന്നല്ല, ഇതൊരു വയലിൻ്റെ ചെറിയൊരു ഭാഗമാണ്. അപ്പോൾ അതാണ് നമ്മളിന്ന് പറ്റിച്ചിട്ട് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇവിടെ ഉണ്ട്, അവരാണ് ചെയ്യുന്നത്. അത് പറ്റിച്ച് നമ്മൾ വരാലിനെ പിടിക്കാൻ പോവാം. നമ്മൾ പറഞ്ഞ കുളമല്ല കേട്ടോ, ഇതൊരു വയലിൻ്റെ ഒരു ചെറിയൊരു ഭാഗം. ഞങ്ങളുടെ ഇങ്ങനെ കനാലിലോട്ട് തോട്ടിലോട്ട് പോകുന്നൊരു ഭാഗം കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് വീഡിയോയിൽ നേരത്തെ കാണിച്ചത്. ഞാനിത് സൂം ചെയ്ത് കാണിക്കാൻ തുടങ്ങി. ഇത്രയേ ഉള്ളൂ, ഇത്രയും കാണുന്ന ആ ഭാഗമേ ഉള്ളൂ. പക്ഷേ അതിനകത്ത് മീൻ കിടമ്പുണ്ട്. ഇപ്പോൾ ആ മീനെയാണ് നമ്മൾ പിടിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മളെ വീഡിയോ താണ്ടേ നമ്മുടെ ഇതിനുള്ള ചടങ്ങ് തുടങ്ങിയിരിക്കുന്നത്. ഇത് നമ്മുടെ മാമനാണ്ടേ അമ്മ ഹായ് കാണിച്ചാലേ, ഹായ് കാണിച്ചാലേ. അപ്പോൾ താണ്ടേ ആ തോടിൽ നമ്മളപ്പോൾ കാണിച്ച തോടില്ലേ, ആ തോടിന് മട വയ്ക്കാൻ പോകും. അപ്പോൾ ഞങ്ങൾ മട എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ വെള്ളം തേവി വിടാൻ വേണ്ടിയിട്ടൊരു മട വെക്കും. അതാണ് ഇപ്പം മാമൻ ചെയ്യുന്നത്. അപ്പോൾ ആ മട വെച്ചിട്ട് നമ്മൾ വെള്ളം കോരി മാറ്റി മീനെ പിടിക്കുന്നൊരു പരിപാടിയാണ്. മാമനിപ്പോൾ അതാ ചെയ്യുന്നത്. അതെ, മാമൻ്റെ കയ്യാളാണ് നമ്മുടെ സുഹൃത്ത്. അതെ, അടുത്ത ആൾ കൂടി ഇറങ്ങുക. ഇങ്ങനെ മട വെച്ചുകൊണ്ട് വലിയ വരാല കിടക്കുന്നത്, വലിയ വരാല. പക്ഷെ നമുക്ക് കിട്ടണേ നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മൾ ചെയ്യുന്നത് പ്രയോജനപ്പെടും എന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. എന്തായാലും നമ്മൾക്ക് വീഡിയോ കണ്ടിന്യൂ ആയിട്ട് നമുക്ക് കാണാം. വെള്ളം വിടാൻ വേണ്ടിയിട്ട് മാമന്താണ്ട് ആ സൈഡൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുക. അതാണ്ട് അത് മണ്ണ് തന്നെ വെട്ടിയതാണ്ട് ഇവിടെ മട വയ്ക്കുന്ന കേട്ടോ. കേസ് നാടൻ പരിപാടിയാണിത്. പണ്ട് ഞങ്ങളുടെ കൊച്ചുനാളിലൊക്കെ ചെയ്ത പരിപാടിയാണ്. ഇപ്പം ഞങ്ങളിപ്പം വീഡിയോ ഒക്കെ ആയിട്ട് ഇപ്പം ചെയ്യുന്നത്. ആണ്ടേ അവർ തേവാനുള്ള എല്ലാ പരിപാടികളും ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മുടെ സ്ഥലം എന്ന് പറയാം കേട്ടോ, ഇത് ഈ കാണുന്ന ഈ സ്ഥലത്തിൻ്റെ അല്ല, നല്ല മനോഹരമായ ഒരു സ്ഥലം കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം, എൻ്റെ വ്യൂ കാണിച്ചു തരാം. എൻ്റെ ഇവിടെ മൊത്തം ഇങ്ങനെ വയലും പാടങ്ങളും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നടന്നു പോകുന്നത്. എൻ്റെ ഇതുണ്ട് അങ്ങ് ഏറ്റവും വരെ ഇതുണ്ട്. ഹായ്, നമ്മളെ സുഹൃത്തുക്കളൊക്കെ പോകുന്നത്. അതല്ല, ഇത് അങ്ങ് ഏറ്റവും വരെ. ഇത് ഫോണിനകത്ത് ഇങ്ങനെ ഇനി കാണാൻ പറ്റുന്നില്ല കേട്ടോ. കുറേ അങ്ങും ഉണ്ട്, അങ്ങ് വരെ കാണാമായിരുന്നു. പക്ഷേ കുറേയൊക്കെ കാണാം. അതുകൊണ്ട് മടയൊക്കെ വെച്ചിട്ട് അതുകൊണ്ട് ചേട്ടന്മാരെല്ലാം താണ്ടെ തേവൽ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ബക്കറ്റിനകത്ത് ഇങ്ങനെ തേവി വെള്ളം ഇങ്ങോട്ട് അപ്പുറത്താണ്ട് ഈ കുഴിയിലോട്ട് വിടുക. ഈ കുഴിയിൽ അപ്പുറത്ത് ആ ഓട വഴി അങ്ങ് അപ്പുറത്തെ സൈഡിൽ പോകും വെള്ളം. അവിടെയാണ് മീൻ കിടക്കുന്നത്. അതുകൊണ്ട് ഈ കുഴിയുടെ ആ ഭാഗത്ത് മൊത്തം ഇതുണ്ട്, കാട് കയറി ഇങ്ങനെ നിൽക്കുക. ഒരു വയലിൻ്റെ ചെറിയൊരു ഭാഗമാണ്. എങ്കിലും നമുക്ക് മീൻ ഇഷ്ടംപോലെ കിടപ്പുണ്ട് കേട്ടോ. നമ്മൾ കണ്ട് മീൻ നിൽക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് വീഡിയോക്കകത്ത് കാണിക്കാൻ പറ്റില്ല. അങ്ങനെ കാണിക്കാൻ പറ്റുന്നില്ല, കാരണം വീഡിയോക്കകത്ത് കിട്ടത്തില്ല. നമ്മൾ കാണുമ്പോഴത്തേക്കും മീൻ ഓടി അങ്ങ് കുറച്ച് ഉള്ളോട്ടം കയറും. അതാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വേണ്ട ഈ തേവി വെള്ളം പറ്റിച്ച് കഴിഞ്ഞാൽ ആ മീനെല്ലാം നമ്മുടെ മുമ്പിൽ വരും, നമുക്ക് കാണാം. ആമെന്നാണ്ട് തേവൂഴിയുടെ ഇതൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. മടയ്ക്കകത്തെ മടയിൽ ചാക്കിടുന്ന വേറൊന്നുമില്ല. അപ്പോൾ മട വെച്ചിരിക്കുന്നത് മണ്ണും ഉണ്ടാകണ്ടേ. ചാക്കിട്ട് കഴിഞ്ഞിട്ട് മണ്ണുണ്ടെങ്കിൽ അലിഞ്ഞലിഞ്ഞ് പോകും. ഒരു ചാക്കിൻ്റെ മേൽക്കൂടെ വെള്ളം കയറി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഇതാവത്തില്ല. എൻ്റെ സ്ഥലത്ത് ഇങ്ങനെ ആളുകൾ വണ്ടിയിൽ സൈക്കിളിലൊക്കെ ഇങ്ങനെ വരുന്നത്. വെള്ളത്തിൽ ഞാനും ഇറങ്ങി കേട്ടോ. പിന്നെ അല്ല, നമുക്കത് കണ്ടെത്തപ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ല. ഞാൻ മീൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. മീൻ ഒരു രക്ഷയില്ലാത്ത മീൻ ഞാൻ കാണിച്ചു തരാം. അവസാനം ഞങ്ങളങ്ങ് ഇറങ്ങി, ചാടി ഇറങ്ങി അങ്ങ്. മീൻ താ കിടക്കുന്നുണ്ട്. അതാ ഒട്ടം ബ്രാലെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന സാധനമൊന്നും അല്ലത്. ഞാൻ കാണിച്ചു തരാം. അത് കണ്ട ഒരു 1.5 മുതല വീഡിയോക്കകത്ത് തന്നെ കിട്ടണമെങ്കിൽ ഇതാ കണ്ടോ ഒരെണ്ണം. ആണെങ്കിൽ ഞങ്ങൾ കുറച്ച് നേരം ഉള്ള ഒരു തേവി കേട്ടോ. കുറച്ച് നേരം തേവി ഇപ്പോൾ തന്നെ വേണ്ട ഒരു 10-25 ഉണ്ട് ഗ്രാല്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല രസമായിരുന്നു. അപ്പോൾ ഇതണക്ക് ഞങ്ങളുടെ നാടൻ വീഡിയോകളൊക്കെ ഇതണക്ക് ഇടയ്ക്കൊക്കെ ഞാൻ അയക്കും. അപ്പോൾ എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ വീട് വേണ്ട. ഇനിയിപ്പോൾ ഇത് ഞങ്ങൾക്ക് പൊരിച്ച് തരാനുള്ള
അമ്മയാണ് നിൽക്കുക. ഈ അമ്മ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് കണ്ടത് അമ്മയാ പൊരിച്ചു തരുന്നത്. ഈ അമ്മ ഇനിയിപ്പോൾ അരപ്പൊക്കെ പുരട്ടി ഞങ്ങൾക്ക് ഇതെല്ലാം പൊരിച്ചു തരും. ഹായ് പറ. ഇതെല്ലാം പൊരിച്ചു തന്നിട്ട് ഞങ്ങൾ പൊരിച്ച് തിന്നുന്ന വീഡിയോ ഇതിൻ്റെ കൂടത്തൊക്കെ കാണും കേട്ടോ കേട്ടാ. അണ്ടേ ഞങ്ങൾ ഇവരൊക്കെ അതായത് എല്ലാവരും ഈ നിൽക്കുന്ന ടീമുകളെല്ലാം ഉണ്ടായിരുന്നു തേവാനും പഠിക്കാനും ഒക്കെ. ആ അപ്പോൾ അതാണ്ട ഈ വീട്ടിൻ്റെ വാതിക്കായിരുന്നു നമ്മൾ തേവിയത്. അപ്പോൾ അവിടെ ഒരു നമ്മളൊരു സുഹൃത്തുണ്ട്. ഇവിടെ ആ സുഹൃത്തിനെ ഒന്ന് കാണിക്കാം. സുഹൃത്തകത്തിരിക്കുക. പുള്ളിക്കാരന് നടക്കാൻ. പ്രസാദേ ഇങ്ങോട്ട് നോക്കേ, വീഡിയോയിലോട്ടൊന്ന് നോക്കേ. ഇതാ നമ്മുടെ സുഹൃത്ത് പ്രസാദ്. അപ്പോൾ പുള്ളിക്ക് ഒരു സ്വാധീനക്കുറവുള്ളതാണ്. പുള്ളിയുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ് ഈ മീനൊക്കെ പിടിച്ചത്. പുള്ളിയുടെ പേര് പ്രസാദ്. ഒന്ന് ഹായ് ആണ് പ്രസാദ്. അയ്യോ എന്നാ നമ്മൾ ആദ്യം കാണിച്ച കുളമായത്. ഇപ്പോൾ വറ്റിച്ച് കഴിഞ്ഞപ്പോഴത്തേ അവിടെ നമ്മളെല്ലാം ഒതുക്കി കഴിഞ്ഞപ്പോഴത്തേ അവിടെ ഇത് കണ്ട മറ്റേ തുറസായ സ്ഥലമായി. ഇതായിരുന്നു നമ്മൾ ആദ്യം കാണിച്ച കൊച്ചു കുളം. തേവി വെള്ളം എല്ലാം ഒരു തേവി വന്നപ്പോഴത്തേക്കും അവിടെ ഇത്രയും വലിപ്പത്തിലായി. അപ്പോഴേ ഗേസ് നമ്മളെ വീഡിയോ ഒക്കെ എല്ലാവരും കാണണം. അപ്പോഴിനി ഇത് അമ്മ ഈ മാമൻ്റെ വൈഫാണ് അമ്മ മീനൊക്കെ പൊരിച്ച് തരുന്നതൊക്കെ നമ്മൾ കാണിക്കും. നമ്മളത് പൊരിച്ച് വെച്ചിട്ട് നമ്മുടെ ആ വീഡിയോക്കകത്ത് അത് കാണിച്ചു തരും കേട്ടോ. അപ്പോൾ നമ്മളതാണ്ട് ഈ വരാലിനെ ഇങ്ങനെ പുറത്ത് അതിനെങ്ങനെ ഒന്ന് നിർത്തിയൊക്കെ ഒന്ന് പൊരിച്ചുകൊണ്ടിരുന്നത്. മൊത്തം വരാലായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ നേരത്തെ പറഞ്ഞ ബ്രാലെന്ന്. പക്ഷേ എല്ലാവരും വരാലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോക്കകത്ത് വരാലെന്ന് പറഞ്ഞു കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞത് ബ്രാലെന്ന് ഇങ്ങനെ നേരത്തെ പറഞ്ഞു. നമ്മൾ പിടിച്ച മുട്ടൻ ആ വലിയ വരാലിൻ്റെ പീസായി കിടക്കുന്നത് ഫുള്ളായിട്ട് നമ്മൾ വറുത്തായിരുന്നു. ഇതിനെക്കാട്ടും ഒരു ചെറിയൊരു വരാലുണ്ടായിരുന്നു. അത് നമ്മൾ ഫുള്ളായിട്ട് വറുത്തിട്ട് അതിൻ്റെ ഒരു നമ്മളൊരു സുഹൃത്തുണ്ടായിരുന്നു സാറെന്ന് പറഞ്ഞിട്ട്. അപ്പോഴേ അവൻ്റെ മോന് വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെ അവന് ഒരു മീൻ ഫുള്ളായിട്ട് വറുത്ത്, ഒന്നല്ല 2 മീൻ ഫുള്ളായിട്ട് വറുത്ത് ആ മീൻ ഞാൻ ഫോട്ടോയ്ക്ക് അതിനകത്ത് ആഡ് ചെയ്യാം അവന് കൊടുത്തു വിട്ട്. അതുകൊണ്ട് ബാക്കി കണ്ടേ അമ്മ എടുത്തു നിന്ന ആ വലിയ വരാൻ്റെ ബാക്കി ഇതിനകത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ചിങ്ങനെ ചട്ടിയിൽ കിടക്കുന്നു. പിന്നെ കുറേയൊക്കെ കൂട്ടുകാർ കൊണ്ട് അവരൊക്കെ വറുത്ത് തിന്നാണ് കേട്ടോ. എന്തായാലും ഓക്കെ.